ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ് മൈ ഡിയർ സ്വത്തുകുട്ടികളെ. ഇന്ന് നമ്മളൊരു കൊറിയൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് കാണാൻ പോകുന്നത്. ഒരു അപ്പാർട്ട്മെന്റിനകത്ത് അസ്വാഭാവികമായ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു. ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് തേടിപ്പോവാണ് നമ്മുടെ കഥയിലെ നായകൻ. അപ്പോഴാണ് ഞെട്ടിക്കുന്ന പല ദുരൂഹ സത്യങ്ങളും പുറത്തു വരുന്നത്. അതെന്തൊക്കെയാണെന്നാണ് ഈ വർഷം പുറത്തിറങ്ങിയ വാൾ ടു വാൾ എന്ന സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വർഷം 2021 കൊറോണ കാലഘട്ടമാണ്. സൗത്ത് കൊറിയയിലെ അപ്പാർട്ട്മെന്റുകൾക്കൊക്കെ തീ പിടിച്ച വിലയുള്ള സമയം. ആ സമയത്ത് സോൾ നഗരത്തിൽ ഒരു ഫ്ളാറ്റ് വാങ്ങിക്കുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്. അപ്പോഴാണ് ഹീറോ രണ്ടും കൽപ്പിച്ച് തന്റെ കയ്യിലുള്ള പണമെല്ലാം ചേർത്ത് കുറേയധികം പണം ലോണും എടുത്ത് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാൻ തീരുമാനിക്കുക. പുതിയ നഗരജീവിതം ഭംഗിയോടെ സ്വന്തം വീട്ടിൽ നിന്നും ആരംഭിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. ചോദിക്കുന്ന പണം കൊടുത്ത് അവൻ ആ വീട് വാങ്ങിക്കും. ചെറിയ കാലതാമസം വന്നാൽ പോലും വേറെ ആരെങ്കിലും ആ വീട് തട്ടിയെടുക്കും. അതുകൊണ്ടാണ് പണം ഒപ്പിച്ച ഉടനെ തന്നെ അവൻ ആ വീട് വാങ്ങിക്കുന്നത്. ഒരുപാട് കോമ്പറ്റീഷനുള്ള സമയമാണ്. ഈ വീട് വാങ്ങിക്കാൻ ലോൺ മാത്രമല്ല എടുത്തത്, തന്റെ നാട്ടിലുണ്ടായ കുറേയധികം പറമ്പും ഹീറോ വിറ്റിട്ടുണ്ട്. അതിനൊപ്പം ഒരു കല്യാണ ആലോചന ഉണ്ടായിരുന്നു. കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് ഈ പുതിയ വീടൊക്കെ ഹീറോ സന്തോഷപൂർവ്വം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ വർഷം 2024. നമ്മൾ നേരത്തെ കണ്ട ഹീറോനെ അല്ല ഇപ്പൊ കാണിക്കുന്നത്. ചുറ്റും കടം കയറി മെയിന്റനൻസിന് പോലും പണം കൊടുക്കാൻ കഴിയാതെ വീടൊക്കെ വലിച്ചു വാരിയിട്ട് ഒരു പ്രാന്തനെ പോലെ തന്റെ ഫ്ളാറ്റിൽ കിടന്നുറങ്ങുന്ന ഹീറോയെയാണ് അടുത്തത് കാണിക്കുന്നത്. രാത്രി പെട്ടെന്ന് തന്റെ മുകൾ നിലയിൽ നിന്നും ആരോ ഡ്രില്ലർ കൊണ്ട് കുത്തുന്നത് പോലത്തെ ശബ്ദം ഉണ്ടാവും. പിന്നെ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്ന ശബ്ദം, ആൾക്കാർ നടക്കുന്ന ശബ്ദം, കൺസ്ട്രക്ഷൻ സൈറ്റില് സാധനങ്ങൾ പൊട്ടി വീഴുന്ന ശബ്ദം, ഇതെല്ലാം വരുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ഇങ്ങനെ അപശബ്ദം കേൾക്കുന്നതുകൊണ്ട് തന്നെ കുറെ ദിവസമായിട്ട് ഹീറോയ്ക്ക് നേരെ വണ്ണം ഉറക്കമില്ല. പിറ്റേന്ന് രാവിലെ ഹീറോ പതിവ് പോലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു. അപ്പോഴാണ് അവിടുത്തെ നോട്ടീസ് ബോർഡും പത്ര റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത്. കൊറോണ സമയത്തുണ്ടായിരുന്ന റിയൽ എസ്റ്റേറ്റിന്റെ വില ഇപ്പൊ പകുതിയായി ഇടിഞ്ഞിരിക്കുകയാണ്. അതായത് ഹീറോ വാങ്ങിച്ച വീടിന്റെ വില ഇപ്പൊ പകുതിയായിട്ട് ഇടിഞ്ഞിരിക്കുക. ഈ അടുത്തിടെ അത് കയറാനുള്ള സാധ്യതയൊന്നുമില്ല. ഇനിയിപ്പോ റേറ്റ് കൂടണമെങ്കിൽ ആ അപ്പാർട്ട്മെന്റുകൾക്ക് അടുത്തുകൂടെ അതിവേഗ റെയിൽ പാതകൾ ഉണ്ടാവണം. തന്റെ കയ്യിലുള്ള പണമെല്ലാം കൊടുത്ത് ലോണും വാങ്ങി ഈ വീട് വാങ്ങിച്ചിട്ട് വീണ്ടും പാവപ്പെട്ടവനായി കഴിയുന്നത് കൊണ്ട് തന്നെ ഓഫീസിലുള്ളവർ പോലും ഹീറോയെ കളിയാക്കും. ഇപ്പൊ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുക ഹീറോ. അതിന്റെ വേദനയായിരിക്കും ഹീറോ തന്റെ കൂട്ടുകാരനോട് പറയുന്നത്. കൂട്ടുകാരൻ പറയും, കുഴപ്പമൊന്നുമില്ല, EMI അടയ്ക്കാൻ വേണ്ടി നീ പാർട്ട് ടൈം വേറൊരു ജോലിക്കും കൂടെ പോകുന്നുണ്ടല്ലോ, കുറച്ച് നാളുകൂടെ കാത്തിരിക്കും, എല്ലാം ശരിയാവും. പക്ഷെ അതിനിടയ്ക്ക് നീ കല്യാണം വേണ്ടെന്ന് വെക്കണ്ടായിരുന്നു. കടങ്ങളുണ്ടെങ്കിലും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് കുറച്ചുകൂടെ സന്തോഷം ഉണ്ടായേനെ. അത് കേട്ട് ഹീറോ പറയും, ഈ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തേനെ. എന്നെ കൊണ്ടൊന്നും നടക്കില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കല്യാണം വേണ്ടാന്ന് വെച്ചത്. ഇത്രയും വർത്താനം പറയുന്ന നീ കല്യാണം കഴിച്ചില്ലല്ലോ. ഞാനാണെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിലാണ് ഇൻവെസ്റ്റ് ചെയ്ത്, നീയാണെങ്കിൽ ക്രിപ്റ്റോ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കയ്യിലുള്ള സേവിങ്സ് എല്ലാം കളഞ്ഞു. നിന്നെക്കാളും ഭേദം ഞാനാണെന്നും പറഞ്ഞ് ഹീറോ ചിരിക്കുകയാണ്. ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരം ഓഫീസിൽ കഴിക്കാൻ വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ അടിച്ചു മാറ്റി ഹീറോ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത്രയ്ക്കും ദാരിദ്ര്യാവസ്ഥയിലാണ് അവൻ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് കഥകിൽ 1-2 നോട്ടീസ് ആരോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണുക. സംഭവം താഴത്തെ ഫ്ലോറിൽ താമസിക്കുന്ന ഏതോ അയൽക്കാര്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ശബ്ദം വരുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണം, ദയവേത് ശബ്ദം ഉണ്ടാക്കരുതെന്നും പറഞ്ഞിട്ടാണ് ആ നോട്ടീസ് എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ ഹീറോ ആവട്ടെ ഓൾറെഡി ആ ശബ്ദം കേട്ട് ഉറങ്ങാൻ പറ്റാതെ കഴിയുക. എന്നിട്ട് ഇപ്പോൾ പഴി മൊത്തം അവൻ കേൾക്കേണ്ട അവസ്ഥയായി. അതുകൊണ്ട് മെയിൻ്റനൻസിനെ വിളിച്ചിട്ട് ഹീറോ അവരോട് പറയും, എന്റെ മുകൾ നിലയിൽ നിന്നും ഒരുപാട് ശബ്ദം വരുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല താഴെ താമസിക്കുന്നവര് ഞാനാണ് ആ ശബ്ദം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നു, രണ്ടും നിങ്ങളൊന്ന് നോക്കണമെന്ന് പറയും. അപ്പൊ മെയിൻ്റനൻസിലെ ആൾക്കാർ, ഞാൻ നിങ്ങളുടെ മുകൾ നിലയിലേക്ക് ചെന്നിരുന്നു, അവിടുത്തെ ആൾക്കാരെ വിളിച്ചു നോക്കിയപ്പോൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ മറ്റൊരു ജോലിയിലാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് പോയി ചോദിക്കാമോ എന്ന് അയാൾ പറയും. ഞാൻ പിന്നീട് ചോദിക്കാമെന്നും പറഞ്ഞ് ഹീറോ അടുത്ത പാർട്ട് ടൈം ജോലിക്ക് ഇറങ്ങുകയാണ്. പകൽ മുഴുവൻ ഓഫീസിൽ ജോലി ചെയ്തിട്ട് ഈ EMI അടയ്ക്കാൻ വേണ്ടി ഹീറോ രാത്രി ഡെലിവറി ബോയുടെ ജോലി കൂടെ ചെയ്യുന്നുണ്ട്. ഈ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴുണ്ടാവും താഴത്തെ വീട്ടുകാർ ഡോറിലൊട്ടിച്ച ആ ശല്യപ്പെടുത്തല്ലേ എന്നുള്ള നോട്ടീസ്. പെറുവെറുത്തോണ്ട് ഹീറോ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. ജോലിയെല്ലാം ചെയ്ത് ക്ഷീണിച്ച അവസ്ഥയിൽ അവൻ കിടന്നുറങ്ങുമ്പോഴാണ് വീണ്ടും മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് അടിയിടിയും ബഹളമായിട്ടുള്ള ശബ്ദം കേൾക്കുക. അതിലവൻ ഭ്രാന്തെടുത്തിരിക്കുമ്പോഴായിരിക്കും താഴത്തെ വീട്ടിലെ ചേച്ചി ആ അർദ്ധരാത്രി ഹീറോയുടെ കോളിംഗ് ബെൽ അടിക്കുന്നു. ക്യാമറയിൽ കൂടെ നോക്കിയിട്ട് ഹീറോ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, ഞങ്ങൾ ഈ നോട്ടീസ് ഒട്ടിച്ചത് നിങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്നു, നിങ്ങളുടെ മുറിയിൽ നിന്ന് ഒരുപാട് ശബ്ദം വരുന്നുണ്ട്, എന്റെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. ഹീറോ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, സ്ത്രീയെ, ഇത് ഞാനല്ല ചെയ്യുന്നത്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഓൾറെഡി ഉറങ്ങാൻ കഴിയാതെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്, വേണമെങ്കിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹീറോ വീണ്ടും വീടിനകത്തേക്ക് കയറുക. പക്ഷെ ആ ലേഡി വിടുന്നില്ല. നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമേ ഈ ശബ്ദമുള്ളൂ, എന്നിട്ട് നിങ്ങളല്ല എന്ന് പറഞ്ഞാലോ, എനിക്കൊന്ന് ചെക്ക്
ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ലേഡി ഹീറോയുടെ വീടിനകത്ത് കയറി പരിശോധിക്കും. അപ്പൊ എല്ലാം വലിച്ചു വാരി കിടക്കുക. ഹീറോ ഞാൻ പറഞ്ഞില്ലേ ശബ്ദം വരുന്നില്ല എന്ന്, ഞാനല്ല ഉണ്ടാക്കുന്നു, വേറെ ആരോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വീടിനകത്തേക്ക് കയറിയ ലേഡി ഇത്രയും നേരം ഉണ്ടായിരുന്ന ശബ്ദം ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ, താനാണ് ഉണ്ടാക്കണേന്ന് അഡ്മിറ്റ് ചെയ്യാൻ തനിക്ക് ഇത്ര മടിയാണോ? ഇനിയും ഞങ്ങളെ ശല്യപ്പെടുത്തിയാൽ എന്റെ ഭർത്താവ് തിരികെ വരുമെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് അവിടെ നിന്ന് പോയി കളയും. ആ ലേഡി ഇറങ്ങിപ്പോയ ഉടനെ വീണ്ടും ഹീറോയ്ക്ക് മുകൾ നിലയിൽ നിന്ന് ഭിത്തിയിൽ ഇടിക്കുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കുകയാണ്. അവസാനം സൈയിട്ട് ഇത് നേരിട്ട് പോയി ചോദിക്കാമെന്നും പറഞ്ഞ് ഹീറോ തൊട്ട് മുകളിലുള്ള ഫ്ലോറിലേക്ക് വരും. എന്നിട്ട് അവിടുത്തെ വീട്ടുകാരനോട് കഥകി കൊട്ടി, നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരുപാട് ശബ്ദം വരുന്നുണ്ട്, എനിക്കത് ഉറങ്ങാൻ ഡിസ്റ്റർബൻസ് ആവാന്ന് മാത്രമല്ല താഴത്തെ വീട്ടുകാർ എന്നെയാണ് കുറ്റപ്പെടുത്തണേന്ന് പറയും. ഇത് കേട്ട ആ താമസക്കാരൻ, അയാളെ കാണാൻ ചെറിയ റൗഡിയെ പോലെയുണ്ട്, അയാൾ പറയും എന്റെ വീട്ടിൽ നിന്നാണ് ശബ്ദം വരണേന്ന് നിന്നോട് ആര് പറഞ്ഞു? ഓൾറെഡി കിടക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അർദ്ധരാത്രി വന്ന് ഇവന്റെ ശല്യം, എനിക്ക് നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് മുകൾ നിലയിൽ നിന്നാണ് വരുന്നത്, വേണമെങ്കിൽ നീ അവിടെ പോയി ചോദിക്കുന്നു പറഞ്ഞ് ഇയാൾ കതകു അടച്ചകത്തേക്ക് പോകും. സോ ഹീറോ ഇതിനും മുകൾ നിലയിൽ നിന്നാണ് സൗണ്ട് വരണേന്ന് വിചാരിച്ചിട്ട് തൊട്ട് മുകളിലുള്ള വീട്ടുകാരോട് ചെന്ന് ചോദിക്കും. അപ്പൊ അവിടെയുണ്ട് അവര് വീട് മുഴുവൻ സൗണ്ട് പ്രൂഫ് ചെയ്തിരിക്കുക ഈ നോയ്സിന്റെ ശല്യം കൊണ്ട്. സോ അവരുണ്ടാക്കുന്ന ശബ്ദം ആർക്കും കേൾക്കില്ല, പുറത്തുനിന്നുള്ള ശബ്ദം അവർക്കും കേൾക്കില്ല. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല വരുന്നത്, നിങ്ങൾ വേണമെങ്കിൽ ഇനിയും മുകളിൽ ചെന്ന് ചോദിക്കുന്നു പറയുമ്പോൾ ഹീറോ അതിനും തൊട്ട് മുകളിലേക്ക് ചെന്ന് അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുകയാണ് ശബ്ദം നിങ്ങളുടെ വീട്ടിൽ നിന്നാണോ വരണേന്ന്. അപ്പൊ അവിടെയാണെങ്കിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശി, നടക്കാൻ പോലും കഴിയാത്ത പാവപ്പെട്ട വയസ്സായ ആൾക്കാർ, നിങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കണേന്നും പറഞ്ഞ് ഹീറോ ആ മുത്തശ്ശനെ കുറ്റപ്പെടുത്തുമ്പോൾ മുത്തശ്ശൻ ഹീറോയെ നല്ല പുളിച്ച കൊറിയനിൽ തെറിയും പറഞ്ഞിട്ട് നിനക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാനേജറോട് ചെന്ന് പറയടാ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നും പറഞ്ഞ് ഹീറോ ഇറക്കി വിടും. ഹീറോ അപ്പൊ അതിനും മുകളിലുള്ള പെന്റ് ഹൗസിലേക്ക് ചെല്ലുകയാണ്. ഈ പെന്റ് ഹൗസുകൾ നോർമലായിട്ട് അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മുകളിലും ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റോ വീടോ ആയിരിക്കും. അവിടുത്തെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുക. സോ ഹീറോ ആ പെന്റ് ഹൗസിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ ലേഡി ഹീറോ ചെന്ന ഉടനെ നിങ്ങൾ 140 എന്നല്ല വരുന്നത്, എനിക്ക് മനസ്സിലായി, മാനേജർ എന്നെ വിളിച്ചിരുന്നു, അകത്ത് വരൂ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് ആ ലേഡി ഹീറോയെ അകത്ത് വിളിക്കും. എന്നിട്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റാതെ ഒരുപാട് നോയ്സ് എനിക്ക് കേൾക്കുന്നുണ്ട്, താഴത്തെ വീട്ടുകാരെ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്, ഞാൻ മുകളിലെ ഓരോ വീട്ടിൽ ചോദിക്കുമ്പോഴും അവർ ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല ഇനിയും മുകളിലാണെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഹീറോ ആ റിച്ച് ലേഡിയോട് ചോദിക്കും. അപ്പൊ ആ റിച്ച് ലേഡി പറയാണ് ഈ ബിൽഡിംഗ് മൊത്തം ലോഡ് ബെയറിംഗ് സിസ്റ്റത്തിൽ കെട്ടിയതാ, അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ശബ്ദം വരണതെന്ന് ആർക്കും പറയാൻ പറ്റില്ല, മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ശബ്ദത്തിന് നമുക്ക് ബിൽഡിങ്ങിനെ കുറ്റം പറയാൻ പറ്റില്ല, അത് മനുഷ്യരുണ്ടാക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതൊരു വലിയ വിഷയമാക്കണ്ട, നിങ്ങളെ തൊട്ട് താഴെയുള്ള അപ്പാർട്ട്മെന്റ് എന്റെ ഉടമസ്ഥതയിലുള്ളതാ, അവിടെ താമസിക്കുന്നത് വാടകക്കാരാ, 2 മാസം കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞു പോകും, വാടകയൊന്നും നേരെ തരുന്നില്ല, അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നിങ്ങളിത് വലിയ വിഷയമാക്കണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടിന് ഈ പണം വെച്ചോളൂ എന്നും പറഞ്ഞ് ആ റിച്ച് ലേഡി ഹീറോയ്ക്ക് കുറച്ച് പണം കൊടുക്കും. എന്നിട്ട് കുറച്ച് നാളുകൂടെ കാത്തിരിക്കൂ, റെയിൽവേ ലൈൻ ഈ ഭാഗത്തേക്ക് വന്നാൽ നമ്മുടെ അപ്പാർട്ട്മെന്റിനൊക്കെ വില കൂടും, ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വിട്ടിട്ട് പോകാം, പക്ഷെ അതിനു മുമ്പ് നോയ്സ് ഒക്കെ ഉണ്ടാവുന്നു കംപ്ലൈന്റ് ചെയ്താൽ പിന്നെ വിലയിടിവ് വരും, കുറഞ്ഞ വിലയ്ക്ക് ആൾക്കാർ വാങ്ങിക്കുള്ളൂ, അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാക്കണ്ടെന്നും പറഞ്ഞ് പണം കൊടുത്ത് ആ ലേഡി ഹീറോയെ പറഞ്ഞു വിടാണ്. പണം കിട്ടിയ സന്തോഷത്തിൽ ഹീറോ തിരിച്ചു വരുമ്പോൾ അവന്റെ സൈക്കിൾ ആരോ പഞ്ചറാക്കിയിരിക്കുന്നു. ഇതവൻ കൂട്ടുകാരനോട് പറയും. കൂട്ടുകാരനാണെങ്കിൽ നീ ഈ കാര്യം പോലീസിനെ അറിയിച്ചൂടെ, എന്തിനാ മിണ്ടാതിരിക്കുന്നത്, ആ ലേഡി കുറച്ച് പണം തന്നു എന്ന് പറഞ്ഞ് നീ മിണ്ടാതിരിക്കുകയാണോ, ഇതൊന്നും അങ്ങനെ വിട്ടാ പറ്റില്ല എന്ന്. അപ്പൊ ഹീറോ ആണെങ്കിൽ എന്തായാലും കുറച്ച് പണം കിട്ടിയതല്ലേ, മിണ്ടാതിരിക്കാം, ഇനിയിപ്പോ ഞാൻ ബഹളം വെച്ചിട്ട് അപ്പാർട്ട്മെന്റിന്റെ വില കുറഞ്ഞാൽ എനിക്കത് നഷ്ടമല്ലേ, നമുക്ക് കാത്തിരിക്കാന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരൻ, നീ എന്നെ ക്രിപ്റ്റോ കോയിൻ എന്ന് പറഞ്ഞ് കളിയാക്കാറില്ലേ, പക്ഷെ ഇപ്പോ ഒരു അടിപൊളി ഓഫർ വന്നിട്ടുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സാം അവൻ എങ്ങനെയാണ് ഈ ഇന്റർനെറ്റിൽ ക്രിപ്റ്റോ വെച്ച് പണം ഉണ്ടാക്കണേന്ന് നീ ചോദിച്ചില്ലേ, അവൻ ആ കോയിൻ റേറ്റ് എപ്പോഴാണ് കൂടുക എപ്പോഴാണ് കുറയാന്ന് കറക്റ്റായിട്ട് അറിയാം. ആ സംഭവം ഞാനും കണ്ടുപിടിച്ചു, എനിക്ക് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഡീറ്റെയിൽസ് കിട്ടിയത്. ഇന്ന് രാത്രി GB കോയിൻ ഒരുപാട് വില കുറഞ്ഞ് 815 കിട്ടും, എന്നാൽ 4 ദിവസം കഴിയുമ്പോൾ ലിബറേഷൻ ഡേക്ക് അത് 800% അധികമായിട്ട് വർദ്ധിക്കും. ഒറ്റയടിക്ക് നിന്റെ കടങ്ങളെല്ലാം വീടി നിനക്ക് സെറ്റിൽ ആവാനുള്ള പണം കിട്ടും, പക്ഷെ അതിനു മാത്രം പണം ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം. ഹീറോ പറയും കേൾക്കാനൊക്കെ രസമുണ്ട്, പക്ഷെ ഇപ്പൊ എന്റെ കയ്യിലെടുക്കാൻ ചില്ലി കാശില്ല. അപ്പൊ കൂട്ടുകാരൻ, റിസ്ക് എടുക്കാതെ ഒന്നും നടക്കില്ല, നിനക്ക് പ്രൈവറ്റ് ലോൺ കിട്ടുമല്ലോ, കുറച്ച് പണം പ്രൈവറ്റ് ലോൺ ആയിട്ട് എടുക്കുക, അത് 8 മടങ്ങ് വർദ്ധിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാം, ബാക്കിയുള്ളത് ഉപയോഗിക്കുകയും ചെയ്യാലോ, ആലോചിച്ച് നോക്കാം. ഇത് കേൾക്കുമ്പോൾ ഹീറോ, ഞാൻ ഓൾറെഡി വലിയ കടത്തില്ല, വലിയ ബുദ്ധിമുട്ടില്ല, ഇനിയിപ്പോൾ ഈ കടം കൂടെ വാങ്ങിച്ചിട്ട് വലിയ കുഴിയിൽ വീഴാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പേടിയാന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. എന്നാലും കൂട്ടുകാരൻ പറഞ്ഞ ആ GB കോയിനിൽ അതിന്റെ മാർക്കറ്റ് റേറ്റ് കൂടുന്നതും കുറയുന്നതും കാണുമ്പോൾ ഹീറോയുടെ മനസ്സിന് ചെറിയ താളം തെറ്റുന്നുണ്ട്. നേരത്തെ 815 കണ്ടത് ഇപ്പൊ 1905 മാറിയിട്ടുണ്ട്. വേണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലായിരിക്കും ഹീറോ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടക്കുമ്പോൾ ഡെലിവറി ചെയ്യാൻ സൈക്കിളിൽ പോയ ചെറുക്കൻ വീണ് സൈക്കിളും പൊട്ടി, കൊണ്ടുപോയ പാഴ്സൽ നശിച്ചു. ആ പാഴ്സലിന്റെ പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടും സമാധാനമില്ല, ഇനി ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല,
അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാവാമെന്നും പറഞ്ഞ് കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞിട്ട് ഹീറോ സ്വന്തം വീട് വിൽക്കാൻ തീരുമാനിക്കും. പക്ഷെ മുഴുവനായിട്ട് വിൽക്കുകയല്ല, അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഈ ക്രിപ്റ്റോ കോയിനിലേക്ക് ആ പണമിട്ട് തിരിച്ച് ലാഭം കിട്ടുമ്പോൾ ആ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാം എന്നാണ് ഹീറോ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കണ്ട് തന്റെ വീട് ഇന്ന് തന്നെ വിൽക്കണം, എത്രയും പെട്ടെന്ന് കോൺട്രാക്ട് സൈൻ ചെയ്യണം, എനിക്ക് അഡ്വാൻസ് വേണം, നാളെ ഞാൻ മനസ്സ് മാറും, ഇന്ന് എനിക്ക് വളരെ അത്യാവശ്യമാണ്, നിങ്ങൾ പറയുന്ന റേറ്റിന് ഞാൻ വിൽക്കാൻ തയ്യാറാണെന്ന് ഹീറോ പറയും. അങ്ങനെ ഏജന്റ് പുതിയൊരാളെ സംഘടിപ്പിച്ച് അന്ന് രാത്രി തന്നെ ഇവർ ഡീൽ ഉറപ്പിക്കുകയാണ്. ഹീറോ ആ വീട് വാങ്ങിച്ചതിന്റെ പകുതി റേറ്റിനായിരിക്കും വിൽക്കാൻ തീരുമാനിക്കുക. എന്നാൽ ഇന്ന് രാത്രി തന്നെ അഡ്വാൻസ് വേണമെന്ന് പറയുമ്പോൾ അവർ കൊടുക്കാൻ തയ്യാറാവും. അങ്ങനെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഹീറോ അഡ്വാൻസ് പണവും വാങ്ങിച്ചിട്ട് പോവാണ്. ഈ സൈൻ ചെയ്യുന്ന സമയത്ത് വീട് വാങ്ങിക്കുന്ന ആളുടെ വയസ്സ് വളരെ ചെറുപ്പമായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ വാങ്ങിക്കാൻ വന്ന ആളോ വലിയ ആളായിരിക്കും. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വീട് വാങ്ങിക്കണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എന്റെ മകന് വേണ്ടിയാണ്, അവൻ US പഠിക്കുകയാണെന്ന്. ഇപ്പം എന്തായാലും ആ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഹീറോ ഓർത്തു വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കോൺട്രാക്ട് ക്യാൻസൽ ആവുകയാണെങ്കിൽ ഞാൻ എത്ര പിഴ കൊടുക്കണമെന്ന് ചോദിക്കും. 170 മില്യൺ അവരുടെ പണം ഹീറോ പിഴയായിട്ട് കൊടുക്കണം ഈ കോൺട്രാക്ട് ഹീറോ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ. എന്നാലും കുഴപ്പമില്ലെന്നും പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പണവും വാങ്ങിച്ചിട്ട് ഹീറോ ഓടി വീട്ടിലേക്ക് വരാം. കാരണം ഇന്ന് രാത്രിയാണ് GB കോയിൻ ഏറ്റവും വില കുറഞ്ഞ് കിട്ടാൻ പോകുന്നത്. ആ സമയത്തിനുള്ളിൽ അത് വാങ്ങിക്കണം. ഹീറോ ഓടി വന്ന് കൂട്ടുകാരനെയും ഫോൺ ചെയ്തിട്ട് എത്രയാവുമ്പോഴാണ് ഞാൻ വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കും. അവൻ പറയും 815 ആവുമ്പോൾ കറക്റ്റായിട്ട് നിന്റെ കയ്യിലുള്ള പണം ഇട്ട് അത് വാങ്ങിച്ചോളാൻ. പണം ഇവിടുന്ന് ഒപ്പിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട് വിറ്റു എന്നാണ് ഹീറോ പറയുക. അങ്ങനെ കറക്റ്റ് കാത്തിരുന്ന് 815 ആവുമ്പോൾ ഹീറോ കയ്യിലുള്ള പണം എല്ലാം കൊടുത്ത് അതിനുള്ള ഷെയർ വാങ്ങിക്കുകയാണ്. രാത്രിയൊന്നും ഉറങ്ങാതെ കാത്തിരുന്ന് കാലത്ത് നോക്കുമ്പോണ്ട് ആ കോയിന്റെ മാർക്കറ്റ് റേറ്റ് 2 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമായി. കറക്റ്റ് ഓഗസ്റ്റ് 15 കാലത്ത് 8:15 മണിക്ക് ഈ ഷെയർ എല്ലാം വിൽക്കണം. അധികം റേറ്റ് കൂടാൻ കാത്തിരിക്കരുത്, ആക്രാന്തം കാണിക്കരുത്, കറക്റ്റ് 8:15 വിറ്റോണെന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട്. ശരിയെന്നും പറഞ്ഞ് ഹീറോ കാത്തിരിക്കുകയാണ്. എന്തായാലും തന്റെ കടമെല്ലാം വീടാൻ പോവല്ലേ, അതുകൊണ്ട് അവൻ ഹാപ്പിയായി വീടെല്ലാം വൃത്തിയാക്കി സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുമ്പോഴാണ് ഹീറോയുടെ വീടിനകത്തേക്ക് ആരോ കയറി വരുന്നത്. അയാൾ ഹീറോ ക്രിപ്റ്റോ കോയിൻ വാങ്ങിച്ചതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. ഈ വന്ന ആൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് മുകൾ നിലയിൽ നിന്ന് ശബ്ദം ഉണ്ടാകുമ്പോൾ ഹീറോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കും. അപ്പോഴാണ് തൊട്ട് മോളിൽ താമസിക്കുന്ന ആള് നിന്റെ വീട്ടിൽ നിന്ന് വീണ്ടും വീണ്ടും ശബ്ദം വരുന്നുണ്ട്, എനിക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ വീടിനകത്തേക്ക് കയറുക. അകത്ത് കയറി നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇയാൾ കയറുമ്പോൾ ആ ശബ്ദം വരുന്നില്ല. നീയല്ല ശബ്ദം ഉണ്ടാക്കണേന്നല്ലേ പറഞ്ഞത്, വേറെ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നിന്റെ വീടിനകത്തേക്ക് കയറുമ്പോൾ എനിക്കും കൂടെ ആ ശബ്ദം കേൾക്കണമല്ലോ, എനിക്ക് കേൾക്കുന്നില്ല, ഇപ്പൊ സൈലന്റ് ആണ്, ഇനിയും നാട്ടുകാരെ പറ്റിക്കാൻ നോക്കണ്ട, എന്നെ ഡിസ്റ്റർബ് ചെയ്താ ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോവും. അയാൾ ഇറങ്ങിപ്പോയ ഉടനെ വീണ്ടും ഭിത്തി ഇടിക്കുന്നു അടിക്കുന്നു ആയിട്ടുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്താ സംഭവിക്കണമെന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ആരോ മൊബൈൽ ക്യാമറ വെച്ച് ഹീറോയെ വാച്ച് ചെയ്യുന്നത് ഹീറോ കാണുന്നു. തൊട്ട് താഴത്തെ ഫ്ലോറിലെ ആൾക്കാരാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോ താഴത്തെ ഫ്ലോറിൽ ചെന്ന് അവിടുത്തെ കതക് മുട്ടിയിട്ട് എടാ നാറി, നീയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി, ഇനിയും മറയ്ക്കണ്ട, ഞാൻ നിന്നെ കണ്ടുപിടിക്കുന്നു പറയുന്നുണ്ട്. അവിടെ ആരും ഡോറും തുറക്കില്ല, ഒരു വർത്താനവും പറയില്ല. ഹീറോ മെല്ലെ ബിൽഡിങ്ങിന് താഴെ വന്ന് അവരുടെ വീട് നിരീക്ഷിക്കും. അതിനകത്തുനിന്ന് ആരോ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു വഴിപോക്കം വന്നിട്ട് ഹീറോയോട് ലൈറ്റർ ചോദിക്കുക, സിഗരറ്റ് കത്തിക്കാൻ. ഹീറോ ലൈറ്റർ കൊടുക്കും. അയാൾ ഇങ്ങനെ നാട്ടു വർത്താനം പറയുന്നു. നമ്മുടെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിൽ ഒരു കൊലപാതകം നടന്നു അത്രേ. വലിയ നോയ്സ് കംപ്ലൈന്റ് ആണ് ഉണ്ടായത്. ശബ്ദം ഉണ്ടാക്കിയ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഏതോ ഒരാളെ അവിടെയുള്ള ആൾ കൊന്നൂത്രേ. കൊലപാതകം നടന്ന സ്ഥലമാണെങ്കിൽ സ്ഥലത്തിന് റേറ്റ് കുറയെന്ന് കേട്ടിട്ടുണ്ട്, സത്യമാണോ? ഹീറോയ്ക്ക് പേടിയായിട്ട് ഇതൊക്കെ എന്തിനാണോ താൻ എന്നോട് പറയണതെന്നും പറഞ്ഞ് ഹീറോ നേരെ ചെന്ന് ലിഫ്റ്റിനകത്തേക്ക് കയറാണ്. ഇയാൾ ലിഫ്റ്റിനകത്ത് കയറി ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് അയാൾ തന്റെ വീടിന് തൊട്ട് താഴെ താമസിക്കുന്ന ആളാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുക. അയാളുടെ കയ്യിലൊരു പേന കത്തിയുണ്ട്. ഇയാൾ തന്നെ ആക്രമിക്കുമെന്നും പറഞ്ഞ് ഹീറോ പേടിച്ചിരിക്കുമ്പോൾ അയാൾ വെണ്ടി പോരെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഹീറോ തന്റെ വീട്ടിലേക്ക് ഓടി വന്ന് കഥ കടക്കുകയാണ്. അപ്പണ്ട് വീണ്ടും ശബ്ദം കേൾക്കുന്നു. മോളിൽ നിന്നും താഴെ നിന്നും എല്ലാം ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങളാരും അങ്ങനെ എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാന്ന് വിചാരിക്കണ്ടടാ, ഞാൻ എങ്ങും പോകില്ല, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഡോറെല്ലാം അടച്ച് കർട്ടനെല്ലാം വലിച്ചിട്ടിട്ട് ഈ കോയിൻ റേറ്റ് കൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വീടിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരുന്നിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ ആരൊക്കെയോ വീട്ടിലേക്ക് വന്ന് തട്ടുന്നുണ്ട്, കൊട്ടുന്നുണ്ട്, ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. ഹീറോ ഇറങ്ങി പോകത്തേയില്ല. ആ GB കോയിൻ റേറ്റ് കൂടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവസാനം ലിബറേഷൻ ഡേ വന്നു. അന്നാണെങ്കിൽ കഥകിൽ ഒരുപാട് പേര് കൊട്ടി വിളിക്കുന്നുണ്ട്. കഥക് തുറക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടിച്ചകത്ത് വരുന്നു പറഞ്ഞ് ഒരുപാട് പേര് കൊട്ടി വിളിക്കുക. അവസാനം സമാധാനമില്ലാതെ ഹീറോ ഡോറ് തുറന്നു നോക്കുമ്പോൾ ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ആൾക്കാരും ഹീറോയുടെ വീടിന് ഫ്രണ്ടിലുണ്ടാവും. ഹീറോ ഡോറ് തുറന്ന ഉടനെ ആ തട്ടുന്നും കൊട്ടുന്നും ആയിട്ടുള്ള ശബ്ദം നിന്നു. അപ്പൊ അവര് പരസ്പരം പറയാ, ഇപ്പൊ നിന്നു കണ്ടില്ലേ, ഇയാൾ തന്നെയാണ് കാരണക്കാരെന്ന്. അവര് പറയും, നിന്റെ വീട്ടിൽ നിന്നാണോ ശബ്ദം വരണേന്ന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അകത്ത് എന്തെങ്കിലും സ്പീക്കർ ഉണ്ടോ, ഡ്രില്ലർ ഉണ്ടോ, ചുറ്റികയുണ്ടോ, നീ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കണേന്ന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം. നീ നല്ലവനാണെങ്കിൽ മാറി നിൽക്കെന്നും പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറാൻ നിൽക്കുക. അപ്പൊ ഹീറോ പറയും, ഞാനല്ല കുറ്റക്കാരൻ, എന്നെ താഴത്തെ വീട്ടുകാർ ക്യാമറ വെച്ച് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, അവരാണ് കുറ്റക്കാര്, നിങ്ങൾ അവരെ വീട്ടിൽ പോയി പരിശോധിക്കും. ഈ സമയത്ത് പെന്റ് ഹൗസിലെ ലേഡി അങ്ങോട്ട് വരുന്നുണ്ട്. ഇവര് തമ്മിൽ സംസാരിക്കുന്നതൊക്കെ താഴത്തെ വീട്ടുകാരൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും.
അപ്പൊ പെന്റൗസിലെ ലേഡി ഇവിടെ നടക്കുന്ന കുഴപ്പങ്ങളൊക്കെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് നീ ടിവിക്കാർക്ക് കൊടുത്തിട്ട് ഈ അപ്പാർട്ട്മെന്റിന്റെ വില കുറയ്ക്കാൻ പോവാണോ? എന്നാ പിന്നെ ഒന്നുകൂടെ വാടക കുറച്ച് നിനക്ക് താമസിക്കാലോ. അതിനു വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യണേന്ന് പെന്റൗസിലെ ലേഡി താഴത്തെ വീട്ടിലെ ഭാര്യയോടും ഭർത്താവിനോട് ചോദിക്കും. അവര് പറയും, ഞങ്ങൾ സാധാരണ വാടകക്കാരായതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അയാളുടെ വീട് പരിശോധിച്ച് നോക്ക്, എന്നിട്ട് കുഴപ്പമൊന്നും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീടും പരിശോധിക്കാൻ തയ്യാറാണെന്ന്. അപ്പൊ പെന്റൗസിലെ ലേഡി, എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം, ഹീറോ കുറ്റക്കാരനല്ലെങ്കിൽ അയാളുടെ വീട് പരിശോധിക്കാം ആദ്യം, അത് കഴിഞ്ഞിട്ട് താഴെ പരിശോധിക്കാന്ന് പറയും. എനിക്ക് സമ്മതമാണ്, നിങ്ങൾ ധൈര്യമായിട്ട് ഒന്ന് പരിശോധിച്ചോളൂ, എന്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, കുഴപ്പക്കാർ അവരാണെന്ന് പറയും. സോ ഈ കൂട്ടത്തിലെ 2-3 പേര് കയറിയിട്ട് സെക്യൂരിറ്റി ഉൾപ്പെടെ കയറി ഹീറോയുടെ വീട് പരിശോധിക്കുക. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഹീറോയുടെ വീടിനകത്ത് നിന്നും ഇവര് ഭിത്തി സൗണ്ട് ഉണ്ടാവുന്ന ഒരു സ്പീക്കർ കണ്ടുപിടിക്കും. ആ സ്പീക്കറിൽ മൊബൈൽ മുഖാന്തരം ഭിത്തിയിലേക്ക് സൗണ്ട് ഉണ്ടാവണ ഒരു സ്പീക്കർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാരാ ചെയ്തു വെച്ചിരിക്കണെന്നറിയില്ല. ഇത് കണ്ടുടനെ ഹീറോ ഓടി വന്നിട്ട് ആ താഴത്തെ വീട്ടുകാരന്റെ ഷർട്ടി പിടിച്ച്, ഇവനാണ് എന്നെ കൊടുക്കാൻ വേണ്ടിയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്ത്, നിങ്ങൾ ആരും വിശ്വസിക്കരുത്, ഇവൻ ചതിയനാ, ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാനിത് സമ്മതിക്കില്ല, എന്നെ കുറ്റവാളിയാക്കാൻ ഒരുത്തനെയും ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഹീറോ ആ താഴത്തെ വീട്ടുകാരന്റെ കോളറിൽ കയറി പിടിക്കും. അവനാണെങ്കിൽ ഇനി നീ നാടകം കളിക്കണ്ടടാന്നും പറഞ്ഞ് ഹീറോയെ വലിഞ്ഞൊരു ചവിട്ട്. ഹീറോ തെറിച്ച് വീഴുക. എന്നിട്ട് വീണ്ടും ഇവന്റെ കയ്യിൽ നിന്ന് അടികൊള്ളാതിരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കൈമുഷ്ടി രണ്ടും ചുരുട്ടി പിടിച്ചോണ്ട് നിൽക്കും. ആള് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അയൽക്കാരനാവട്ടെ ഹീറോയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയതുപോലെ തെറിച്ച് വീണ് അഭിനയിച്ച് കിടക്കുക. അപ്പോഴായിരിക്കും പോലീസുകാർ വരുന്നത്. അവര് കാണുമ്പോൾ ഹീറോ അയാൾ അടിച്ചിട്ടതുപോലെ. പോലീസ് ഉടനെ ഹീറോയെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം 8:15 ഹീറോ ആ സ്റ്റോക്ക് വിൽക്കേണ്ട സമയമാണ്. ആ സമയത്തായിരിക്കും ഹീറോയെ പോലീസുകാർ വിലം കെട്ട് പൂട്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ദയവേത് ആ മൊബൈലെങ്കിലും എനിക്ക് തരൂ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനുണ്ടെന്നും പറഞ്ഞ് ഹീറോ മൊബൈൽ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോണ്ട് അതിന്റെ ഡിസ്പ്ലേ ഒക്കെ ഒരു 56 കഷ്ണമായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി മൊബൈൽ കൊണ്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ഹീറോ ബാത്റൂമിൽ പോകണം, ഭയങ്കര വയറുവേദനയാ, എന്നൊന്ന് അഴിച്ചു വിടുമോ എന്ന് ചോദിക്കും. പോലീസുകാർ അഴിച്ചു വിട്ടുടനെ സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. പക്ഷെ അവർ വിടില്ല. അപ്പോഴായിരിക്കും അകത്തിരിക്കുന്ന SI ഇവിടെ എന്താണ് ശബ്ദം, ആരാണ് കുഴപ്പമുണ്ടാക്കണമെന്ന് ചോദിച്ച് പുറത്തേക്ക് വരാം. SIയുടെ മുറിയിലെ കമ്പ്യൂട്ടർ കാണുമ്പോൾ ഹീറോ ഇവരെല്ലാം തള്ളി മാറ്റി SIയുടെ മുറിക്കകത്ത് കയറിയിട്ട് കമ്പ്യൂട്ടർ മുഖാന്തരം ആ സ്റ്റോക്കിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോണ്ട് ഈ സ്റ്റോക്ക് റേറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. അത് 800% ആയിട്ടില്ല. അതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഹീറോ അകത്തേക്ക് വരുന്ന പോലീസുകാരെ ഡോറിനടുത്ത് തന്നെ പിടിച്ചു നിർത്തും. ആക്ച്വലി 600% ആയപ്പോൾ തന്നെ വിറ്റാ മതിയായിരുന്നു. കുറച്ചുകൂടെ ആഗ്രഹം മൂത്തത് കൊണ്ടാണ് കുഴപ്പമായത്. ഇപ്പൊ കറക്റ്റ് 800 ആയിട്ടുണ്ട്. ഹീറോ തിരിച്ച് ഓടി വന്ന് 800% ആവുമ്പോൾ കറക്റ്റ് അത് സെയിൽ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോഴേക്ക് ഈ പോലീസുകാർ ഹീറോ എന്തോ തീവ്രവാദി തരം ചെയ്യാന്ന് വിചാരിച്ചിട്ട് കയ്യിലേക്ക് ടേസർ അടിക്കും. കത്തുന്ന കറണ്ട് അടിച്ചിട്ടും ഹീറോ എങ്ങനെയെങ്കിലും അത് വിൽക്കാൻ നോക്കുന്നുണ്ട്. കാരണം തന്റെ ജീവിതം മുഴുവൻ ഇപ്പൊ ആ ഒരു വിഷയത്തിലാണുള്ളത്. കറക്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരം ഒരു പ്രാന്തം പോലീസുകാരൻ ഈ കമ്പ്യൂട്ടറിന്റെ മെയിൻ പവർ കേബിൾ ചവിട്ടി പറിച്ചളെ. അങ്ങനെ ആ സെയിലും നടന്നില്ല, എല്ലാം കൈവിട്ടു പോയി. ഹീറോയ്ക്ക് ബോധം വരുമ്പോൾ നേരത്തെ കണ്ട പെന്റൗസിലെ ചേച്ചി ഹീറോയെ ജാമ്യത്തിലെടുക്കാൻ വന്നിട്ടുണ്ട്. പോലീസുകാർ കുഴപ്പമൊന്നുമില്ല, അപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളെല്ലാം സോൾവ് ആയി, ഇനി കൂടുതൽ വിഷയം ഉണ്ടാക്കണ്ട, എല്ലാവരും സമാധാനത്തില്ല, കേസില്ലെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ഹീറോയ്ക്ക് ഫോണും കൊടുത്ത് തിരിച്ച് പറഞ്ഞുവിടും. ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് കാണുന്നത് അവിടുത്തെ ഫ്ലെക്സിലൊക്കെ റെയിൽവേ പാത ഈ ഭാഗത്തൂടെ വരുന്നുണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുക. സോ വീടിന്റെ റേറ്റ് ഇരട്ടിയായിട്ട് ഇൻക്രീസ് ആവാൻ പോകുന്ന സമയം. അപ്പോഴായിരിക്കും വീടും കൊണ്ടുപോയി ഏതോ ഒരുത്തിന് പകുതി റേറ്റിന് ഹീറോ വിറ്റത്. ഇപ്പൊ വീട്ടിലേക്ക് കയറി വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഹീറോ ലാപ്ടോപ്പ് തുറന്നു നോക്കും. GB കോയിന്റെ റേറ്റ് ഇൻക്രീസ് ആയിരിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നോക്കുമ്പോണ്ട് 100% മൈനസിലാണ് കിടക്കുക. താൻ ഇട്ട പണം എല്ലാം പോയി. ഇനിയിപ്പോ ഈ വീടും കിട്ടാൻ പോകുന്നില്ല. ജീവിതത്തിൽ പെട്ട പാടെല്ലാം കഷ്ടപ്പാടെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതായി. ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. സോ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ഹീറോ തന്റെ മരണക്കുറിപ്പ് എഴുതി അമ്മയോടും സോറി പറഞ്ഞിട്ട് ഫ്ളാറ്റിൽ നിന്ന് താഴത്തേക്ക് ചാടി മരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ചാടാൻ നിൽക്കുമ്പോഴാണ് അപ്പാർട്ട്മെന്റിനകത്ത് വീണ്ടും ഡമോ ഡുമോ എന്ന് ശബ്ദം കേൾക്കുന്നു. സമാധാനമായിട്ട് ചാവാൻ പോലും വിടലടാ നാറികളെ, നിങ്ങളെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഹീറോ കയ്യിലൊരു ചുറ്റികയെടുത്ത് നേരെ താഴത്തെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴായിരിക്കും മേലത്തെ വീട്ടുകാരൻ, എടാ തെണ്ടി നിന്നോടല്ലേ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കരുതെന്ന്, എന്നിട്ട് വീണ്ടും നീ ശബ്ദം ഉണ്ടാക്കി ഡിസ്റ്റർബ് ചെയ്യുന്നോന്നും ചോദിച്ചു വരാം. ഹീറോ ആണെങ്കിൽ ഞാനല്ലാന്ന് പറഞ്ഞതല്ലടാ നാറി, എന്നിട്ടും നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ, നിന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആ ചുറ്റിക കൊണ്ട് മേലെ താമസക്കാരന് തല്ലാൻ ചെല്ലും. പക്ഷെ അവനാണെങ്കിൽ ഇടിക്കാരനല്ലേ, അവൻ ഹീറോയെ വലിച്ചിട്ട് നീ എന്നെ തല്ലാൻ നോക്കുന്നു, നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഹീറോയുടെ വീടിനകത്ത് കയറി ഹീറോ ഇടിച്ചോണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഹീറോയുടെ വീടിനകത്ത് നിന്ന് ഇയാൾക്ക് അയാളുടെ ഫ്ലാറ്റിൽ നിന്ന് കേൾക്കുന്ന അതേ ശബ്ദം കേൾക്കുക. സോ ഹീറോ അല്ല കുറ്റക്കാരെന്ന് അയാൾ മനസ്സിലാക്കി. ഹീറോയ്ക്കും ഇതേ നോയ്സ് കേൾക്കുന്നുണ്ട്. അതേസമയം ഹീറോ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചതും അയാൾ കാണും. സോ ഹീറോ വലിയ കുഴപ്പത്തിലാണെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. അയാൾ ഹീറോയെ സഹായിക്കാന്ന് പറയും. എന്നിട്ട് ഇവര് രണ്ടുപേരും ഇരുന്ന് ആലോചിക്കുക ഈ ശബ്ദ മലിനീകരണത്തിന് കാരണം എന്താണെന്ന്. താഴത്തെ വീട്ടിൽ നിന്നാണ് ഈ ശബ്ദം വരണമെങ്കിൽ
തുടർച്ചയായിട്ട് ഈ ശബ്ദം വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവും. നമുക്ക് രണ്ടുപേർക്കും അത് ചെന്ന് ചോദിക്കാം. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്റെ കൂടെ വരാമെന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും താഴത്തെ വീട്ടുകാരെ കാണാൻ പോകുന്നു. അവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഡോർ ലോക്ക് അല്ലാത്തതുകൊണ്ട് ഇവര് വീടിനകത്ത് കയറി പരിശോധിക്കാമെന്നും പറഞ്ഞ് മെല്ലെ ഡോറും തുറന്ന് വീടിനകത്ത് ശബ്ദം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കും. അപ്പൊ അവിടെ അങ്ങനത്തെ സ്പീക്കറോ വലിയ കൺസ്ട്രക്ഷൻ ആയുധങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ശബ്ദം ഉണ്ടാവുന്നത്? ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീട്ടുകാരും വലിയ കടത്തിലാണെന്ന് ഇവർ മനസ്സിലാക്കുക. ഈ വീടിന്റെ പ്രോപ്പർട്ടി ഡോക്യുമെന്റിൽ ഒരു പ്രായം കുറഞ്ഞ പയ്യന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതേ പേരിലുള്ള ആളാണ് ഹീറോയുടെ വീട് വാങ്ങിച്ചത്. 2009 ജനിച്ചൊരു പയ്യൻ. അവന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇല്ല. ഇത് കണ്ടിട്ട് ഹീറോ പറയും, എന്റെ വീടും ഇതേ പേരിലാണ് അവർ വാങ്ങിക്കാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെൻറ്റൗസിലെ റിച്ച് ലേഡി തന്നെയാണ് ഹീറോയുടെ വീടും വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോഴാണ് മേൽവീട്ടിലെ ആള് പറയുക, അയാൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അയാളുടെ ഫ്ലാറ്റും ഈ പെൻറ്റൗസിലെ ലേഡിക്കാണ് വിൽക്കാൻ വേണ്ടി സൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ കെട്ടിടവും അവർ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യാണോ? അവർക്ക് നേരത്തെ അറിയായിരുന്നു ഇവിടെ റെയിൽവേ പാളം വരാൻ പോകുന്നുണ്ടെന്ന്. ഈ സൈറ്റിന് വില കൂടുമെന്ന് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ടായിരിക്കണം അവർ സൈലന്റ് ആയിട്ട് ഈ എല്ലാ പ്രോപ്പർട്ടിയും വാങ്ങിക്കുന്നത്. ഇതിന് വിലയിടിവ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ നോയ്സ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അവർ മറച്ചു വെക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിലെന്തോ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് എങ്ങനെയാണത് കണ്ടുപിടിക്കാൻ പറ്റുകയെന്ന് ഹീറോ ആ അയൽക്കാരനോട് ചോദിക്കും. അയാൾ പറയും, ഇത് പോലീസിന് മുന്നിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സോളിഡ് എവിഡൻസ് വേണം. അത് എവിടുന്നാ കിട്ടുകയെന്ന് ആദ്യം നോക്കണം. ഒരുപക്ഷെ ഇവര് തന്നെയായിരിക്കും നോയ്സ് ഉണ്ടാക്കുന്നുണ്ടാവുക, ആൾക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി. അതിന്റെ സെറ്റപ്പ് ഒക്കെ പെൻറ്റൗസിനകത്തായിരിക്കും. നമുക്കത് കണ്ടുപിടിക്കണം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെൻറ്റൗസിലെ റിച്ച് ലേഡി ഹീറോയെ വിളിക്കുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, നേരിട്ട് വരാൻ കഴിയോ? ഇന്നലെ ഉണ്ടായ വഴക്കിനെ പറ്റി സംസാരിക്കാനാണെന്ന് പറയും. ഹീറോ ആ മേൽവീട്ടിലെ അയൽക്കാരനോട്, നിങ്ങൾ എന്നെ സഹായിക്കണം, ആ വീട് സെർച്ച് ചെയ്യാൻ സഹായിക്കണം, ഞാൻ എന്തായാലും ഇപ്പൊ അവരോട് ചെന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ പെൻറ്റൗസ് ലേഡീനെ കാണാൻ ചെല്ലുന്നു. ആ പെൻറ്റൗസ് ലേഡി ചോദിക്കും, നിങ്ങളും താഴെ വീട്ടുകാരനും തമ്മിൽ ശരിക്കും അടിയുണ്ടായോ? ഞാൻ ആ കേസ് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പൊ ആ താഴെ വീട്ടുകാരൻ നിലത്ത് വീണതുകൊണ്ട് തലയ്ക്കടി പറ്റിയിട്ടുണ്ട്. അയാൾ അവസ്ഥ സീരിയസ് ആയാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് ആ കുടുംബത്തോട് സംസാരിക്കാം എന്നിങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഹീറോയുടെ മേൽവീട്ടിലെ അയൽക്കാരൻ ഈ പെൻറ്റൗസ് ലേഡിയെ കാണാൻ വരുന്നത്. അയാൾ എന്തോ വിഷയം സംസാരിക്കണമെന്ന് പറഞ്ഞ് പെൻറ്റൗസ് ലേഡിയെ വിളിക്കും. ആ നേരത്ത് ഞാനൊന്ന് ബാത്റൂം ഉപയോഗിച്ചോട്ടെ എന്നും പറഞ്ഞ് ഹീറോ മെല്ലെ ഈ ലേഡിയുടെ വീടിനകത്ത് ചെന്ന് മുഴുവൻ പരിശോധിക്കുക. അയൽക്കാരനാവട്ടെ ആ സമയത്ത് ഈ ലേഡിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാവും. ഹീറോ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ ലേഡിയുടെ വീട്ടിൽ നിന്നും ഒരു ഗണ്ണ് കണ്ടുകിട്ടുന്നുണ്ട്. അതുള്ള സ്ഥലത്ത് തന്നെ വെച്ചിട്ട് അടുത്ത മുറികളൊക്കെ പരിശോധിക്കുന്നു. അപ്പോൾ ഒരു ലോക്കർ റൂം ഉള്ളതായിട്ട് കാണും. കൈരേഖ വെച്ചാൽ മാത്രമേ അത് തുറക്കത്തുള്ളൂ. ഇങ്ങനെ ഹീറോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പെണ്ണിന്റെ ഹസ്ബൻഡ് കാണുന്നുണ്ട്. അയാൾ ഹീറോയെ പിടിച്ചിട്ട് ഇത് കള്ളനാണ്, എന്തോ അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണെന്ന് പറയും. അപ്പൊ ഹീറോ ആണെങ്കിൽ ദേഷ്യത്തില്, ഞാനല്ലടാ കള്ളൻ, നിങ്ങളാണ് കള്ളന്മാര്, നിങ്ങൾ എല്ലാവരെയും പറ്റിച്ച് ഈ ബിൽഡിംഗ് സ്വന്തമാക്കാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങളാണ് ബിനാമി പേരിൽ ഓരോ അപ്പാർട്ട്മെന്റും വാങ്ങിക്കുന്നത്. ഇവിടെ നോയ്സ് ഉണ്ടാവാനും കാരണം നിങ്ങൾ തന്നെയാ. ഇതെല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ പത്രക്കാരോട് ഇതൊക്കെ വിളിച്ചു പറയും. എന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തോ, ഇല്ലെങ്കിൽ നിങ്ങളെ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ഹീറോ ബഹളം വെക്കുക. അപ്പൊ പെൻറ്റൗസിലെ ലേഡി ഈ പ്രാന്തൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ പോലീസിനെ വിളിക്കുന്നതിന് മുന്നേ ഇവനെ ഇവിടുന്ന് വിളിച്ചിട്ട് പോകുന്ന ഹീറോയുടെ അയൽക്കാരനോട് പറയും. അയാൾ ഹീറോയെ വിളിച്ചുകൊണ്ട് വന്ന്, നീ ഇങ്ങനെ എല്ലാം ബഹളം വെച്ച് കൂടുതൽ വഷളാക്കണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യം അവർക്കറിയാത്തതുപോലെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ വീട് പരിശോധിക്കായിരുന്നു. ഇതിപ്പോൾ ആകെ കുഴപ്പത്തിലായല്ലോ, എന്താ ചെയ്യാന്ന് അയാൾ ചോദിക്കും. അപ്പൊ ഹീറോ പറയും, അവര് തന്നെയാണ് ഈ മാസ്റ്റർ പ്ലാനിന് പുറകിലെന്ന് എനിക്ക് മനസ്സിലായി. അവരെ വീട്ടിലൊരു രഹസ്യ മുറിയുമുണ്ട്. ഫിംഗർ പ്രിന്റ് വെച്ചാലേ അത് തുറക്കാൻ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും ആ വീടിനകത്ത് കയറി പരിശോധിക്കണം. അപ്പൊ അയൽക്കാരനും പറയും, ഞാനും നിങ്ങളെ സഹായിക്കാം. എന്തായാലും ഇത്രയും കുഴപ്പമായതല്ലേ, ഞാൻ നിങ്ങളെ സംശയിച്ചല്ലേ, അതുകൊണ്ട് ഞാനും കൂടെ ഉണ്ടെന്ന് പുള്ളിക്കാരൻ പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോ വീട്ടിൽ വന്ന് തന്റെ മൊബൈൽ പരിശോധിക്കുമ്പോൾ നേരത്തെ വീടിനകത്ത് നിന്നും സ്പീക്കറിൽ സെറ്റ് ചെയ്തൊരു മൊബൈലില്ലേ, അതും കൂടെ പോലീസുകാർ ഹീറോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആരുടെ മൊബൈലാണെന്ന് പോലും ഹീറോയ്ക്ക് അറിയില്ല. ആരോ തന്നെ ഫ്രെയിം ചെയ്താണെന്ന് മാത്രം അറിയാം. അതിന്റെ ലോക്ക് തുറക്കാനൊന്നും ഹീറോയ്ക്ക് അറിയില്ല. പക്ഷേ ഇപ്പോഴും ആ ഫോൺ വൈഫൈയിൽ കണക്റ്റഡ് ആണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഇത് പറയാൻ വേണ്ടി ഹീറോ തന്റെ മോളിൽ താമസിക്കുന്ന ആ അയൽക്കാരന്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലാണ്. അയാളെ വിളിച്ചിട്ട് വീണ്ടും മൊബൈൽ നോക്കുമ്പോഴാണ് ഈ വൈഫൈയിലെ റേഞ്ച് മുഴുവനായിട്ടും അയാളുടെ വീടിന് മുന്നിൽ നിന്ന് കിട്ടുന്നതായിട്ട് മനസ്സിലാവുക. സോ ഹീറോയ്ക്ക് സംശയമാവും. അയാൾ ഡോറ് തുറക്കുമ്പോൾ എന്റെ വീട്ടിലെ വൈഫൈ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ഹീറോ ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറയും, എന്റെ വീട്ടിൽ വൈഫൈ ഇല്ല, ഞാൻ മൊബൈൽ ടവറാണ് യൂസ് ചെയ്യണേന്ന്. അപ്പൊ തന്നെ ഹീറോയ്ക്ക് സംശയമായി. എന്നാൽ ശരി, ഞാൻ തിരിച്ചു പോട്ടെ എന്നും പറഞ്ഞ് ഹീറോ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ കാണിച്ചിട്ട് വീണ്ടും മൊബൈൽ വെച്ച് പരിശോധിക്കുക. അയാളെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഫുൾ സിഗ്നൽ കിട്ടുന്നത്. അപ്പൊ അയാൾക്കും ഈ മാസ്റ്റർ പ്ലാനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അത് ഉറപ്പിക്കാൻ വേണ്ടി ഹീറോ അയാളുടെ പുറകെ ചെന്ന്, പുള്ളിക്കാരൻ ജിമ്മിൽ പോകുമ്പോൾ ഞാനും ജിമ്മിലേക്ക് വന്നതാ, പക്ഷെ എനിക്ക് ആക്സസ് ഇല്ല, നിങ്ങളെ കീ ഉപയോഗിച്ച് എനിക്ക് ആക്സസ് തരുമോ എന്ന് ഹീറോ ചോദിക്കും. സോ അയാളും സംശയിക്കാതെ അയാളുടെ കീ കൊടുത്തിട്ട് ഹീറോയ്ക്ക് ജിമ്മിലേക്ക് ആക്സസ് കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയം നോക്കി ഹീറോ തന്റെ കീ അയാൾക്ക് കൊടുത്തിട്ട് അയാളുടെ കീ എടുത്ത് ഒളിച്ചു വയ്ക്കും. എന്നിട്ട് ജിമ്മിനകത്ത് നിന്ന് ഇവർ 1-2 വർത്താനൊക്കെ പറയുന്നുണ്ട്.
അപ്പോഴാണ് ആ അയൽക്കാരൻ പറയാ അയാൾ ഒരു TV ന്യൂസ് റിപ്പോർട്ടറായിരുന്നു. ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ ആയപ്പം ഇപ്പൊ ചാനലിലെ ജോലി നിർത്തി ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാണെന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് എനിക്ക് പോകാൻ സമയമായി, ഓഫീസിലെ ചില വർക്കുണ്ട്, ഞാൻ നേരത്തെ ഇറങ്ങാമെന്നും പറഞ്ഞ് ഹീറോ ജിമ്മിന്ന് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഓടി ഈ അയൽക്കാരന്റെ വീട്ടിലേക്ക് വരാണ്. അവിടെ പരിശോധിക്കുമ്പോൾ ഹീറോയുടെ വീട്ടിൽ സെറ്റ് ചെയ്ത ആ മൊബൈലിന്റെ വൈഫൈ അയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലായി. അവിടെ വൈഫൈ റൂട്ടറും അതിന്റെ ശരിയായ നമ്പരും ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ അയൽക്കാരന്റെ മുറിക്കകത്ത് കയറി നോക്കുമ്പോഴാണ് അവിടെ അയാൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ട് ഹീറോ ഞെട്ടുക. അതിൽ ഈ അപ്പാർട്ട്മെന്റിലെ ഓരോരുത്തരുടെ വിവരങ്ങളുണ്ട്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അതിന്റെ സെയിൽസിലുള്ള കറപ്ഷനും അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്. ശരിയായ ബലത്തിലല്ല ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. ആൾക്കാരെ പറ്റിച്ച അമിത റേറ്റിലാണ് ഓരോ വീടും വിറ്റിട്ടുള്ളത്. ഈ കറപ്ഷൻ പ്രോസിക്യൂട്ടറായ നമ്മുടെ പെന്റ് ഹൗസിലെ റിച്ച് ലേഡി കണ്ടുപിടിച്ചു. പക്ഷെ കണ്ടുപിടിച്ചു കഴിഞ്ഞ് അവരത് പുറത്തു കൊണ്ടുവരാതെ കൈക്കൂലിയും വാങ്ങി ഇതേ ബിൽഡിങ്ങിന്റെ പെന്റ് ഹൗസിൽ താമസമാക്കി. എന്നിട്ട് ഓരോ വീടുകളായി ആൾക്കാരെ പറ്റിച്ച് വാങ്ങിച്ചിട്ട് അവരത് വേറെ ആൾക്കാർക്ക് വിൽക്കാൻ നോക്കുക. മൊത്തം കുഴപ്പം പിടിച്ച് എന്തൊക്കെയോ ഡീലിംഗ് ആണ്. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഈ വീട്ടിൽ താമസിക്കുന്ന അയൽക്കാരൻ. പക്ഷെ അവനാവട്ടെ ഒരു സൈക്കോ റിപ്പോർട്ടറും. അയാൾക്ക് ഈ ബിൽഡിങ്ങിലെ എല്ലാ വീടുകളിലും CCTV ആക്സസ് ഉണ്ട്. എല്ലാവരും എന്തൊക്കെയാ ചെയ്യണമെന്ന് പുള്ളിക്കാരന് കാണാം. അവരുടെ അനുവാദം കൂടാതെ തന്നെ അവരുടെ ഡോറും തുറക്കാൻ കഴിയും. അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഇയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ബിൽഡിംഗിൽ നിന്നുണ്ടാവുന്ന ആ നോയ്സ് പൊല്യൂഷൻ അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച മുറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇയാൾ. അവിടെ നിന്നാണ് ഈ ഇടിക്കുന്നതും കുത്തുന്നതും ഡ്രിൽ ചെയ്യുന്നതുമായിട്ടുള്ള ശബ്ദമൊക്കെ കേൾക്കുന്നത്. അത് മൊത്തം ഇയാളുടെ സെറ്റപ്പാ. ഹീറോ ഇതെല്ലാം അറിയുന്ന സമയത്താണ് ആ അയൽക്കാരൻ വീടിനകത്തേക്ക് കയറി വരുന്നത്. അയാൾക്ക് കീ മാറിപ്പോയെങ്കിലും ലോക്കിന്റെ പാസ്വേഡ് അടിച്ച് അകത്തേക്ക് കയറാൻ പറ്റി. കീ മാറിപ്പോയത് ഹീറോ പറ്റിച്ചാണെന്ന് പുള്ളി വിചാരിച്ചിട്ടില്ല. വീടിനകത്തേക്ക് കയറി വന്ന ഈ സൈക്കോ ജിമ്മിൽ നിന്നും ഹീറോയുടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഹീറോ എന്നെ ശല്യപ്പെടുത്തുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന് പറയുന്ന വീഡിയോ ആയിരുന്നു അത്. അതേപോലെ ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഓരോരുത്തരുടെ വീഡിയോകളും ഇയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരസ്പരം ആൾക്കാർ ദേഷ്യം പ്രകടിപ്പിക്കുന്ന വീഡിയോകൾ. ഹീറോ ആ നേരത്ത് ഈ സൈക്കോ കാണാതെ ഒളിച്ചിരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് ഇയാൾ കിടക്കാൻ പോകുമ്പോൾ ഹീറോവിനെ മണ്ടയ്ക്കടിച്ച് കൊന്നാലോ എന്നുള്ള പ്ലാനിൽ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്തോ അയാൾ ആക്രമിക്കാൻ തോന്നുന്നില്ല. അപ്പോഴായിരിക്കും ഈ വീട്ടിലേക്ക് പുതിയൊരാൾ കയറി വരുന്നു. ഹീറോ കട്ടിലിനടി കയറി ഒളിച്ചിരിക്കും. ആ പുതിയ ആൾ ആരാന്ന് നോക്കുമ്പോൾ ഹീറോയുടെ വീടിന് തൊട്ട് താഴെ താമസിക്കുന്നില്ലേ അവിടുത്തെ ലേഡി. ആ ലേഡിയുടെ ഹസ്ബൻഡാണ് ഹീറോ അടിച്ചു എന്നും പറഞ്ഞിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ആ ലേഡി കയറി വന്ന ഉടനെ ഇയാളുടെ സ്പീക്കറുകളെല്ലാം നശിപ്പിച്ചിട്ട് നീ പറഞ്ഞതനുസരിച്ചല്ലേ എന്റെ ഭർത്താവ് അവൻ ഇടിച്ചിട്ടതുപോലെ നിലത്തേക്ക് വീണത്, എന്നിട്ടിപ്പോ അങ്ങേർക്ക് ശരിക്കും തലക്കടിയിട്ടി ബോധമില്ലാതെ ആശുപത്രി കിടക്കുക, അതൊന്നും നിനക്കറിയണ്ട, എന്റെ ഭർത്താവില്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക, ഇതിനെല്ലാം കാരണക്കാരൻ നീയാ, നീ ഇതിനൊരു പ്രതിവിധി പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അത് കേട്ട് സൈക്കോ പറയും ഞാൻ അവനോട് അഭിനയിക്കാനാ പറഞ്ഞു, ശരിക്കും വീഴാനല്ല. ലിബറേഷൻ ഡേക്ക് കാലത്ത് അവൻ അവിടുന്ന് മാറ്റി നിർത്തണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം നശിപ്പിച്ചത് നിന്റെ കെട്ടിയോനാ, അല്ലാതെ കുറ്റം ഞാനല്ല ചെയ്ത്. സോ ഹീറോ ആ സ്വാതന്ത്ര്യ ദിനത്തിന് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ആ ക്രിപ്റ്റോ കോയിനിൽ നിന്ന് കുറെ പണം കിട്ടി അവൻ ആ വീട് പൂർണ്ണമായിട്ട് സ്വന്തമാക്കുമെന്ന് ഈ സൈക്കോയ്ക്ക് അറിയാമായിരുന്നു. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയെ പ്ലാൻ ചെയ്ത് പുറത്താക്കിയത്. സൈക്കോ ആ സ്ത്രീയോട് പറയും വെറുതെ ഒന്നുമല്ലല്ലോ നിങ്ങളിതൊക്കെ ചെയ്തെന്ന്, നിങ്ങളെ വീടിന്റെ ലീസ് ഞാൻ കൂട്ടിത്തരാന്ന് പറഞ്ഞു. അത് കൂട്ടിത്തരുന്നുണ്ടല്ലോ, പിന്നെ പണം വേണമായിരിക്കും, അതിനുവേണ്ടിയല്ലേ ഈ ഡ്രാമ, ഇന്ന പണം ഞാൻ തരാം എടുത്തോണ്ട് പോകുന്നും പറഞ്ഞ് ഇയാള് ബെഡ് മാറ്റി അതിനകത്ത് ഒളിച്ചു വെച്ചിരുന്ന 2 കെട്ട് പണം എടുത്ത് ഈ പെണ്ണിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ പെണ്ണ് ആ പണം എടുക്കാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാന്നും പറഞ്ഞ് ഇയാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ കാസ്റ്റുകളൊക്കെ എടുത്ത് നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കും. അത് കാണുമ്പോൾ സൈക്കോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാന്നറിയോട് ഇതൊക്കെ ഉണ്ടാക്കിയത്, എന്നിട്ട് 1 സെക്കൻഡിൽ നീ അതൊക്കെ നശിപ്പിക്കാൻ നോക്കുന്നോടി, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ ജീവിച്ചിരിക്കേണ്ട, ചത്തുപോന്നും പറഞ്ഞ് ഇയാൾ കയ്യിലെ ചുറ്റിയുകൊണ്ട് ആ പെണ്ണിനെ തലക്കടിച്ച് ആ സ്പോട്ടി വെച്ച് തന്നെ ആ പെണ്ണിനെ കൊന്നുകളയാണ്. ഇതെല്ലാം കണ്ട് ഹീറോ പേടിച്ചരണ്ട് നിൽക്കും. അയാൾ മാറിപ്പോകാൻ നേരം ഓടി രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോഴാണ് ഒളിച്ചിരുന്ന സൈക്കോ ഹീറോയുടെ മുന്നിലേക്ക് വരുന്നത്. അതേസമയം അയാൾ പോലീസിനെ വിളിച്ച് ഹീറോയ്ക്ക് പ്രാന്തിളകി താഴത്തെ വീട്ടിലെ പെണ്ണിനെ കൊന്നുകളഞ്ഞു, പെട്ടെന്ന് പോലീസ് വരണമെന്ന് പറയും. ഇയാൾ അറ്റാക്ക് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി സ്വന്തം തലയ്ക്ക് ആ ചുറ്റി കൊണ്ട് അടിച്ചിട്ട് ഹീറോയുടെ നേർക്ക് ചുറ്റിയെടുത്ത് വലിച്ചെറിയാണ്. ഹീറോ ആണെങ്കിൽ മണ്ടൻ അത് പിടിക്കുകയും ചെയ്യും. നീയാണ് ആ സ്ത്രീയെ കൊന്നത് എന്നതിനുള്ള മോട്ടീവ് എന്റെ കയ്യിലുണ്ട്, ഇനി നിനക്കൊന്നും ചെയ്യാനില്ല എന്ന് അയാൾ പറയാണ്. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും ഈ പ്രശ്നത്തിലെല്ലാം തുടക്കക്കാരൻ നീയാ, നീ ഇങ്ങനെ സ്പീക്കറും വെച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാവരും ഇവിടെ സമാധാനത്തോടെ കഴിഞ്ഞാൽ, നിനക്ക് എന്താടാ വേണ്ടത്, ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്, നിനക്ക് എന്താണ് കുഴപ്പമെന്ന് ഹീറോ ചോദിക്കും. ഈ സൈക്കോ ഹീറോയുടെ വയറ്റിനിട്ട് ഒരു ഇടി കൊടുത്തിട്ട് ഞാൻ ഈ കഷ്ടപ്പെടുന്നൊക്കെ കൊറിയൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ, ബലമില്ലാത്ത അപ്പാർട്ട്മെന്റ് ലക്ഷക്കണക്കിന് പണം കൊടുത്തിട്ട് എന്തിനാ ആൾക്കാർ വാങ്ങിക്കുന്നു, ഇവരെല്ലാവരും നിങ്ങളെ പറ്റിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ആ ചതി ചെന്ന് പെടുകല്ലേ, ഇനി ഒരുത്തനും ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല,
അവർ പ്രതികരിക്കണം, ചോദ്യം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയത്. ആ പെന്റ് ഹൗസിലെ ലേഡി അവരെല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. അവർക്കെതിരെയുള്ള തെളിവാണ് ഇതൊക്കെ. ഇത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, നീ എന്തിനാണ് എന്നെ കുടുക്കിയത്? നിനക്ക് അവരോട് ദേഷ്യമാണെങ്കിൽ അവരോട് തീർത്താ പോരെ. നീ എന്തിനാണ് എന്നെ പഴിചാരി എന്നെ ഒരു വിക്ടിമാക്കിയത്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അതന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഈ റിപ്പോർട്ടർ ഒരു പ്രാന്തൻ, അവന് കേസ് കണ്ടുപിടിച്ചാ പോരെ. ഹീറോയെ എന്തിനാ കൊടുക്കുന്നു? അവനിതൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ അവസാനം പ്രാന്തനായി. ഇമാതിരി ഒരു ഊള പ്ലാൻ ഉണ്ടാക്കി അതിൽ ഹീറോനെ വിക്ടിമാക്കി പഴി നേരെ കമ്പനിക്കെതിരെ ഇടണം എന്നാണ് ഈ റിപ്പോർട്ടർ ആഗ്രഹം. നീ മരിക്കുന്നത് നല്ലതിനാ, ഒരു നല്ല നാളേക്ക് വേണ്ടി, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവർ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ മരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ട് മരിക്കുന്നും പറഞ്ഞ് വില്ലൻ ഹീറോയുടെ മണ്ടയ്ക്കടിച്ച് കൊല്ലാൻ വേണ്ടി നിൽക്കുക. അപ്പൊ ഹീറോ പറയും, ദയവേത് ഞാൻ പറയുന്നത് കേൾക്ക്, എന്നെ കൊന്നുകളയല്ലേ. നിനക്ക് പ്രൂവ് ചെയ്യേണ്ടത് പെന്റ് ഹൗസിലെ ലേഡിയാണ് ഇതൊക്കെ ചെയ്തതെന്നാണ്. അവരുടെ കയ്യിൽ നിന്ന് എവിഡൻസും വേണം. അതിന് ഞാൻ നിന്നെ സഹായിക്കാം. ഇപ്പൊ ഈ താഴത്തെ വീട്ടിലെ പെണ്ണിനെ കൊന്നതിന് ആരാണ് ഉത്തരവാദി? നീ എന്ത് പറഞ്ഞാലും പോലീസ് വിശ്വസിക്കാൻ പോകുന്നില്ല. ആ പെണ്ണിന്റെ ബോഡി ഞാൻ നിന്നോടൊപ്പം വന്ന് പെന്റ് ഹൗസ് ലേഡിയുടെ വീട്ടിൽ കൊണ്ടുപോയിടാം. ഇതിനെല്ലാം ഉത്തരവാദി അവളാണെന്ന് പറയാം. അവളെ വീടിനകത്തുള്ള തെളിവും കണ്ടെത്താം. അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക്, ഞാനല്ല നിന്റെ കരു, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ഹീറോ പറയും. അത് കേൾക്കുമ്പോൾ വില്ലനും കൺവിൻസ് ആവുന്നുണ്ട്. നീ എന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയാൽ ഞാൻ നിന്റെ അമ്മയെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അയാൾ ഹീറോയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അത് കഴിയുമ്പോൾ ഹീറോ ആ മരിച്ച പെണ്ണിന്റെ ബോഡിയും താങ്ങി നേരെ പെന്റ് ഹൗസിലേക്ക് പോവാണ്. ഒപ്പം വില്ലനും ഉണ്ട്. ആ റിച്ച് ലേഡി അറിയാതെ ഇവർ ആ പെണ്ണിന്റെ വീട്ടിനകത്തേക്ക് കയറി ബോഡി അവിടെ വെച്ചിട്ട് ഗ്യാസ് പൈപ്പ് ലീക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മെല്ലെ റിച്ച് ലേഡിയുടെ മുറി ചെന്ന് ആ ലേഡീനെയും അവരെ ഭർത്താവിനെയും പിടിച്ചോണ്ട് വന്ന് ആദ്യം ഭർത്താവിന്റെ മണ്ടയ്ക്ക് ഒരു കൊട്ടുകൊടുത്ത് അയാളെ സൈഡാക്കിയിട്ട് ഇയാൾ ലേഡിയോട് ചോദിക്കുകയാണ്, നീ ഈ ബിൽഡിങ്ങിലെ കറപ്ഷൻ കണ്ടുപിടിക്കാൻ വന്ന വക്കീല. പക്ഷെ അവസാനം കൈക്കൂലിയും വാങ്ങി ഇതിലെ കുഴപ്പങ്ങളെല്ലാം മാറ്റി എഴുതി ഇതിലെ ഓരോ അപ്പാർട്ട്മെന്റായിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ആ ബിൽഡേഴ്സിനെ കാട്ടിലും വലിയ ക്രിമിനലാണ് നീ. സത്യം പറ, ഈ കെട്ടിടം ആൾക്കാരെ പറ്റിച്ച് വിൽക്കാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അവരെ മുഴുവൻ ഡീറ്റെയിൽസും നിന്റെ ലെഡ്ജറിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഈ കറപ്ഷന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഒരു ലെഡ്ജറിനകത്തുണ്ട്. അതെവിടെയാണെന്ന് വില്ലൻ ചോദിക്കുകയാണ്. ആ പ്രത്യേക മുറിയിലല്ലേ? അതിനകത്തേക്ക് എങ്ങനെയാണ് കയറേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ലേഡി പറയും, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്റെ ഭർത്താവിന് മാത്രമേ ആ മുറിക്കകത്തേക്ക് ആക്സസ് ഉള്ളൂ. സോ സൈക്കോ ഭർത്താവിന്റെ ശരീരവും വലിച്ചെടുത്തോണ്ട് പോയി ആ മുറിക്കകത്തേക്ക് കയറുകയാണ്. ആ നേരത്ത് ലേഡി ഹീറോയോട്, എനിക്കറിയാം നീ ആ സൈക്കോയുടെ കൂടെയല്ല, നീ നല്ലവനാണെന്ന് എനിക്കറിയാം, അയാളെ സഹായിക്കല്ലേ, അവനെ വിശ്വസിക്കല്ലേ, ഞങ്ങളെ രക്ഷപ്പെടുത്ത്, ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യാം. ഇത് കേട്ട ഹീറോ പറയും, അവൻ ഓൾറെഡി ഒരു പെണ്ണിനെ കൊന്നു, എന്നെയും കൊല്ലാൻ ശ്രമിച്ചതാ, അതുകൊണ്ടാണ് അവനെ സഹായിക്കുന്നത് പോലെ ഞാൻ അഭിനയിച്ചത്. ഇങ്ങോട്ട് വരാനും കാരണമുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു എയർ ഗണ്ണില്ലേ, അതുപയോഗിച്ച് അവനെ കീഴ്പ്പെടുത്തു, ഞാൻ നിങ്ങളെ അഴിച്ചുവിടാമെന്നും പറഞ്ഞ് ഹീറോ ആ പെണ്ണിനെ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു. ആ സമയത്തായിരിക്കും സൈക്കോ പ്രാന്തെടുത്ത് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇയാൾ അന്വേഷിച്ച ലെഡ്ജർ ആ ലോക്കർ മുറിയിലില്ല. അതിനകത്ത് കുറെ പണം മാത്രമേ ഉള്ളൂ. ലെഡ്ജർ എവിടെയാടിയെന്ന് ചോദിച്ചിട്ട് സൈക്കോ പെന്റ് ഹൗസിലെ ലേഡീനെയും അവരെ ഭർത്താവിനെയും തല്ലിക്കൊണ്ടിരിക്കുക. ഈ നേരത്ത് ഹീറോ ഓടിച്ചെന്ന് ആ ലേഡിയുടെ തോക്ക് എടുത്തോണ്ട് വരും. എന്നിട്ട് ഈ സൈക്കോനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോണ്ട് ആ തോക്ക് വർക്ക് ചെയ്യുന്നില്ല. തന്നെ ഹീറോ ചതിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ സൈക്കോ ഹീറോയെ പൊതിരെ തല്ലാൻ തുടങ്ങുകയാണ്. അപ്പോഴായിരിക്കും അതേ എയർ ഗൺ എടുത്തുകൊണ്ട് വന്ന് പെന്റ് ഹൗസിലെ ലേഡി ഈ സൈക്കോയുടെ മണ്ടയ്ക്കിട്ട് വെടിവെക്കുന്നു. പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടയല്ല വരിക, ഒരു വിഷവാതകമാണ് വരിക. ആ വാതകം അടിച്ച് അവനെ സൈഡാക്കിയതിന് ശേഷം ഭർത്താവിനൊരു ചുറ്റിയും കൊടുത്തിട്ട് ഈ പെന്റ് ഹൗസ് ലേഡി സൈക്കോയെ കൊല്ലാൻ പറയും. എന്നിട്ട് ഈ പെണ്ണ് നേരെ കയറി ലോക്കർ മുറിയിലെ വാതിലടയ്ക്കുക. ചുറ്റും വിഷവാതകം ആയതുകൊണ്ടും സൈക്കോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി ഹീറോ തന്നെയും കൂടെ ആ ലോക്കർ മുറിയിലേക്ക് കയറ്റാൻ പറയുന്നുണ്ട്. എന്നാൽ ആ പെണ്ണ് കേൾക്കില്ല. അത് സ്വാർത്ഥ സ്വഭാവമുള്ള പെണ്ണാൻ തോന്നുന്നുണ്ട്. ഹീറോയെ പുറത്തിട്ടിട്ട് അത് കയറി വാതിലടയ്ക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ കയ്യിലൊരു വടിയുമായിട്ട് ഇവർക്ക് എന്താ പറ്റിയെന്നറിയാൻ വേണ്ടി ഹീറോ ചെന്ന് നോക്കുമ്പോൾ സൈക്കോ റിച്ച് ലേഡിയുടെ ഹസ്ബൻഡിനെ കൊന്നു. എന്നാൽ അയാള് സൈക്കോയുടെ പള്ളയ്ക്ക് ഒരു കത്തിയും കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സൈക്കോയ്ക്ക് അനങ്ങാൻ കഴിയുന്നില്ല. അയാൾ ഹീറോയുടെ അടുത്തേക്ക് എഴഞ്ഞെഴഞ്ഞ് വരാണ്. ആ നേരത്തായിരിക്കും റിച്ച് ലേഡി കയ്യിലൊരു ബാറ്റുമായിട്ട് വന്നിട്ട് ഹീറോയോട് സൈക്കോയെ കൊല്ലാൻ പറയുക. എന്നാൽ ഹീറോയ്ക്ക് അയാളെ തല്ലാൻ പറ്റുന്നില്ല. സൈക്കോ ആണെങ്കിൽ ആ പെണ്ണിനെ വിശ്വസിക്കല്ലേ, എന്നെ വിശ്വസിക്കി, ആ പെണ്ണിനെ കൊന്നുകളയുന്നൊക്കെ പറയുന്നുണ്ട്. ഹീറോ ഒന്നും ചെയ്യാതെ പകച്ചു നിൽക്കുമ്പോൾ ഈ സൈക്കോ ചോര തൊപ്പി മരിച്ചു വീഴും. ഈ പെണ്ണ് പറഞ്ഞത് കേട്ടില്ല എന്നും പറഞ്ഞിട്ട് ആ ലേഡി ഹീറോയെ പൊതിരെ തല്ലുന്നുണ്ട്. എന്നിട്ടത് മറച്ചു വെച്ചിരിക്കുന്ന ലെഡ്ജർ പുറത്തേക്ക് എടുക്കും. അത് കാണിച്ചിട്ട്, ഇതന്വേഷിച്ചാണോടാ നീ വന്നത്? ഇതിനകത്ത് കറപ്ഷൻ നടത്തിയ എല്ലാവരുടെ വിവരങ്ങളും ഉണ്ട്. അതൊരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല, ആരും അറിയാനും പോകുന്നില്ല. ഇനി ഈ കൊലപാതകങ്ങൾക്കൊക്കെ ഒരു ഉത്തരവാദി വേണ്ടേ? അത് നീ ആയിരിക്കുന്നു പറഞ്ഞ് ഈ ലേഡി ഹീറോയെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും സൈക്കോ എഴുന്നേറ്റ് വരിക. അയാൾ പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ല, കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. അയാൾ എഴുന്നേറ്റ് വന്ന് ഈ പെണ്ണിന്റെ പുറത്തേക്ക് ഒരു കത്തി കുത്തി ഇറക്കി ആ സ്പോട്ടിൽ വെച്ച് തന്നെ പെണ്ണിനെ കൊന്നുകളയും. എന്നിട്ട് ഹീറോയോട് ആ ലെഡ്ജർ എനിക്ക് എടുത്തു തരൂ, അത് കഴിഞ്ഞിട്ട് പോലീസിനെയും വിളിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോ, ഇനിയും നിങ്ങളൊന്നും പറയുന്നത് ഞാൻ കേൾക്കില്ലടാ, നിന്റെയൊക്കെ സൈക്കോ ബുദ്ധി കാരണം എന്റെ ജീവിതം ഇല്ലാതായത്, ഒരുത്തനും ജീവിക്കണ്ടെന്നും പറഞ്ഞ് അവിടുന്ന് കിട്ടിയ എല്ലാ ഡോക്യുമെന്റുകളും കത്തിച്ചു കളഞ്ഞിട്ട് ഈ ബിൽഡിങ്ങിനും തീ വെച്ച്
പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെ ഹീറോ ഇത്രയും കാലം ചൊറിഞ്ഞുകൊണ്ടിരുന്ന ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ പ്രാന്ത് പിടിച്ച എല്ലാ സൈക്കോകളും മരണപ്പെട്ടു. ബോധം വരുമ്പോൾ ഹീറോ ഹോസ്പിറ്റലിലായിരിക്കും. കൂടെ അമ്മയുണ്ട്. ഹീറോ കണ്ടുപിടിച്ച വിവരങ്ങളെല്ലാം ഹീറോ പോലീസുകാർക്ക് കൈമാറുന്നുണ്ട്. അവരാ കേസ് അന്വേഷിക്കാമെന്ന് പറയും. അത് കഴിയുമ്പോൾ അമ്മയുടെ കൂടെ ഒരു പിക്കപ്പ് വാനിലും കയറിയിട്ട് ഈ തൊല്ല പിടിച്ച ടൗൺ ജീവിതം അവസാനിപ്പിച്ച് ഹീറോ നേരെ നാട്ടിലേക്ക് ചെല്ലാണ്, അവന്റെ ഗ്രാമത്തിലേക്ക്. അവിടെ പോയിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങും. ഈ പണ്ടാരം പിടിച്ച വീട് വലിയൊരു തൊല്ലയായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് വീടുകൾ സോൾ നഗരത്തിലുണ്ട് എന്ന് കാണിച്ചിട്ട് സംവിധായകൻ ഈ സിനിമ അവസാനിപ്പിക്കുകയാണ്. വാൾ ടു വാൾ. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from ഒരു കഥ സുലട്ടുമാസ്.